വലിയ കൊടുങ്കാറ്റ് അവസാനിച്ചത് അല്ലേ സർ? സാറ് മനസ്സിൽ കരുതി വെച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ തെറ്റാ. ഇനി ആരും സാറിന്റെ ശത്രുക്കളല്ല സർ. ഇന്ദ്രജ മാഡം പറഞ്ഞത് കേട്ടില്ലേ? സാറിനെ ആരും അപകടപ്പെടുത്തൂന്ന് അറിഞ്ഞപ്പോ അതുണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്താണെന്ന്. അതൊരാങ്ങളയോടുള്ള സ്നേഹമല്ലേ? സാറെന്താ ചിരിക്കുന്നേ? പിന്നെ ചേച്ചി പറഞ്ഞ മുഴുവൻ ഞാൻ വിശ്വസിച്ചാണ് കരുതിയിരിക്കുന്നത്. പിന്നെ ആ പറഞ്ഞതൊക്കെ കള്ളവാ. ഇവിടുന്ന് ഇറക്കി വിടാതിരിക്കാൻ വേണ്ടി പറഞ്ഞ പച്ചക്കള്ളം. പിന്നെന്താ സാർ അത് സമ്മതിച്ചത്? നന്ദിനി, എന്റെ അമ്മ അഹന്തയോട് പറഞ്ഞു നടക്കുന്ന ഒരു കുടുംബമല്ല. എന്റെ അച്ഛൻ കൊണ്ട് നടക്കുന്ന അന്തസ്സുള്ള ഒരു കുടുംബമുണ്ട്. അവിടെ നിന്ന് ആരെങ്കിലും പുറത്തു പോകുന്നത് അച്ഛന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും. അച്ഛൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാനതൊക്കെ വിശ്വസിച്ച പോലെ അഭിനയിച്ചത്. അവര് നിന്നോട്ടെ, ഇനിയും അവരെന്നെ ചതിക്കാൻ നോക്കിക്കോട്ടെ. അച്ഛന്റെ മനസ്സ് വേദനിക്കില്ലല്ലോ. അച്ഛാ, എടാ, നീ എന്നെ വല്ലാതെ അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. മിസ്റ്റർ രതീന്ദ്രദാസ്, താങ്കളൊരു നല്ല മനുഷ്യനാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും മനസ്സ് നൊന്തു പോകുന്ന ഒരു നല്ല മനുഷ്യൻ. ഈ ലോകത്തിലെ എല്ലാവരും വെറുക്കുന്ന സൂര്യയെ തോളോട് തോൾ ചേർത്ത് പിടിച്ചിട്ട് ഇവൻ എന്റെ അഭിമാനമാണെന്ന് പറയുന്ന ഒരേ ഒരാൾ. പിന്നെ ഞാൻ എങ്ങനെയാ സ്നേഹിക്കാണ്ടിരിക്കുക? ഈ ലോകത്തിന്റെ മുഴുവൻ മുമ്പിലും എനിക്ക് ജയിക്കാനാണ് ഇഷ്ടം. പക്ഷെ എന്റെ അച്ഛന്റെ മുമ്പിൽ തോക്കാനും. അതെ, അച്ഛൻ എനിക്ക് തരുന്ന സ്നേഹത്തിന്റെ കൂലിയാ.